മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാരെന്നറിഞ്ഞില്ലേ? ഈ മുതല് ആ ഇരുത്തല നോക്കിയ. മാഷാ അല്ലാഹ്, നമ്മുടെ സാബിർ താത്ത നന്നായതറിഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞ? മാഷാ അല്ലാഹ്, നിങ്ങളെല്ലാരും കുറ്റപ്പെടുത്തുന്നില്ല സാബിർ താത്താനെ. സാബിർ താത്താന്റെ മനസ്സിന്റെ ഉള്ളിൽ കുറ്റബോധം തോന്നി. സാബിർ താ അങ്ങനെ നന്നായി ഉസ്താദന്മാരെ പറ്റിയിട്ട് നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. കേൾക്കാറോ നിങ്ങൾ ഈ വാക്ക്? മാഷാ അല്ലാഹ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്ലോഗിലേക്ക് സ്വാഗതം. സ്വാഗതം. എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖല്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. പിന്നെ നിങ്ങൾ ഇതെന്താ സാബിത്ത വീണ്ടും നമ്മളെ സിറാജുദ്ദീൻ ഉസ്താദിനെയും കൊണ്ട് ഇങ്ങനെ വന്നിക്ക് എന്ന്? അതെ, ഉസ്താദുമാർ നമ്മളെ മുത്തല്ലേ, നമ്മളിൽ നിന്ന് ഈ ഒരു വര, ഈ ഒന്ന് അരിഫാണെന്ന് പഠിപ്പിച്ചതും നമ്മളെ ഉസ്താദുമാരാണ്. എല്ലാ രക്ഷിതാക്കളല്ല, ഉസ്താദുമാർ. നമ്മൾ ഇന്ന് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ വാക്കുകളും നൂനെയും മീമിയും സുക്കൂനെയും മദ്, നമ്മളെ മലയാള അക്ഷരം പോലെയല്ല ഖുർആൻ അക്ഷരം. സുക്കൂനി മദ്, സുക്കൂനി മദ് ആ പറയുന്ന കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഒരു പണ്ഡിതന്മാരിൽ നിന്ന് വരെ ഇത്ര ശുദ്ധിയോടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മളെ സാബിർത്ത പറയുന്നത്. ഈ സാബിർത്ത, നിങ്ങൾ ഇങ്ങനെ തന്നെ, ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലൈവിൽ ഇങ്ങനെയല്ല ആ മക്കനെല്ലാം ഇട്ടിട്ട് ഇരുന്നിട്ട് എന്ത് വിജയിക്കുമെന്നറിയോ? മാഷാഅല്ലാഹ് പറഞ്ഞെങ്കിൽ കേക്ക്. നമ്മളെ സാബിർത്ത നന്നായി എന്നറിയുമ്പോൾ അല്ലേ, അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാൻ മാത്രമോ. കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ സാബിർ താത്താനെ. അപ്പൊ അതെല്ലാം വല്ലാത്തൊരു ഇംഗ്ലീഷ് പഠിക്കും പോലെ ഹിന്ദി പഠിക്കും പോലെ അല്ല നമ്മൾ ഈ അറബ് പഠിക്കല്. അതെ സംഭവം. എന്നാലോ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള അറബ് പഠിപ്പിച്ചിട്ട് ഞമ്മക്ക് അല്ല ഉസ്താദന്മാർക്ക് വലിയ ശമ്പളം ഉണ്ടാവുക? അതും ഉണ്ടാവൂല. അങ്ങനെ നമ്മളെ മുത്തായ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും നമ്മൾ നല്ല നിലയിലെത്തിയത്. പിന്നെ പല 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 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടും എല്ലാം കൊണ്ടും. പിന്നെ ഇന്നത്തെ കാലത്തിൽ പിന്നെ ഇങ്ങനെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് യൂട്യൂബിൽ വന്നിട്ട് ഇന്ന് ചില ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നല്ലാണ്ട് അതൊന്നും നമ്മളങ്ങനെ കാര്യമാക്കലില്ല. അതെല്ലാം നല്ല അതെല്ലാവർക്കും അറിയണ്ടാനും അതല്ല. പക്ഷെ അല്ലാണ്ട് നമ്മളെ ഉസ്താദുമാർ അത്രയും നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ആളാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ കുറ്റമൊന്നും പറയില്ല. പിന്നെ ഇതിനു മുന്നേ സാബിർത്ത കുറ്റം പറയുന്ന ഉസ്താദന്മാരെ നിങ്ങൾ ചില ആളുകൾ പറയുന്നു, കുറ്റം പറയുന്നു. സാബിർത്ത എല്ലാം അതിൻ്റെതായ സാബിർത്തക്ക് ചിലപ്പോൾ രാഷ്ട്രീയത്തിലൊരു ചാൻസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയുണ്ടെന്ന് തോന്നട്ടാ. കാരണം ചില സാബിത്താൻ്റെ ഓരോരോ വാക്കുകളുണ്ടല്ലോ, മാഷാ അല്ലാഹ്, ഏതൊക്കെയോ ഫോൺ നമ്പറും ഡേറ്റും ഇങ്ങനെ ഏതൊക്കെയോ വിളിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ അതിനൊരു മറുപടി കൊടുക്കുന്നതല്ലാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉസ്താദിങ്ങൾ ഒന്ന് ഇങ്ങനെ പറയണേ, ഒന്ന് അങ്ങനെ പറയണേന്ന്. അതാരാ എന്തിനാ ഞാൻ വീഡിയോ ചെയ്യുന്നല്ലേ? പിന്നെ ഇങ്ങനെ മറ്റേ എന്നെ കൊണ്ട് ഇങ്ങനെ പറയുമ്പോ എന്തിനാ പറയുന്നത് ഏതിനാ പറയുന്നതെന്ന് ഞാനിങ്ങനെ പറയൂന്നല്ലാണ്ട് അല്ലാണ്ട് ഞാനൊന്നും പറയുന്നില്ല. സാബിർത്താനെ ഒരു മിനിറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പറ്റില്ല. വീട്ടിലുള്ള ആൾക്ക് വരെ പറ്റില്ല. രണ്ട് ഡോറ് മുട്ടിയത് കണ്ടില്ല സാബിർത്താനെ ഒരു മിനിറ്റ് കാണാതിരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് സാബിർത്ത. പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ അതൊക്കെ പറയുന്നേ പല വീഡിയോസ് എല്ലാം പോട്ടെ അമ്മ കാര്യമൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷെ നമ്മുടെ പുന്നാര അതും നമ്മളൊക്കെ ഇഷ്ടാ. ആ വിളിക്കുന്ന തന്നെ നമ്മുടെ പൊന്നാര ഉസ്താദന്മാർ എന്ന് പറഞ്ഞിട്ട് ആ സാബിർത്ത വിളിക്കുന്ന കേൾക്കുമ്പോൾ ഉസ്താദന്മാരുടെ വയറുകളെല്ലാം നിറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട, സാബിർത്താൻ്റെ വാക്കിനെ കേട്ടാ മതി, പൊന്നാര എന്ന് പറഞ്ഞിട്ട്. ആര് കുറ്റം ചെറിയ ലൈവിൽ വന്നിട്ട് നിങ്ങൾ ഉസ്താദിനെ കൊണ്ട് പറഞ്ഞ ആളല്ലേ വന്നോലെന്നെ ഉണ്ടാവും ലൈവിൽ വന്ന് കമന്റ് ഇടുന്നത്. എന്തിന്? ഓലിക്ക് കണ്ടുകൂടെയിരിക്കൂ, നല്ല മറുപടി ഓലിക്ക് കൊടുക്കലുണ്ട്. ഓലിക്ക് കണ്ടുകൂടെയിരിക്കും ഉസ്താദുമാരെ. എനക്ക് ഉസ്താദുമാരെ കണ്ടുകൂടാൻ ടൈമൊന്നുമില്ല. ഞാൻ എന്നിട്ട് പറയും, മക്കളെ നിങ്ങൾ വെറുതെ നമ്മൾ ഉസ്താദുമാരെ കണ്ടുകൂടെങ്കിൽ ഇങ്ങോട്ട് കണ്ടുകൂടാത്ത പോലെ ഒരു ഭാഗത്താണെന്നൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ മുത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ
സാബിർത്ത ഉസ്താദന്മാർ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഉസ്താദന്മാർ പറഞ്ഞത് കൊണ്ട്, ആ വാല് പറഞ്ഞത് കൊണ്ട് സാബിർത്ത ഇന്നത്തെ ആ ഡ്രസ്സിൻ്റെ രീതികളെല്ലാം നിങ്ങൾ നോക്കി എൻ്റെ സഹോദരി സഹോദരന്മാരെ. ഇനി നിങ്ങൾക്ക് തോന്നും സാബിർത്താനെ ബാഡ് കമൻറ്റ്, ബാഡ് പിന്നെ ഇതെല്ലാം പറയാൻ നിങ്ങൾക്ക് തോന്നും. ഒരിക്കലും തോന്നിയില്ല. സാബിർത്താൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തി കണ്ടിട്ട് മാഷാ അല്ലാഹ് ഒരുപാട് പേര് പറയുന്നുണ്ട് സാബിർത്ത പിന്നെ എന്താണ് ഇങ്ങനെ തുള്ളുന്നതെന്ന്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സാബിർത്താത്ത ഈ ഡ്രസ്. അതുപോലെ നമ്മളെ സിറാജ് ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്. വെള്ളം മന്ത്രിക്ക് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ വെള്ളം മന്ത്രിക്കലുണ്ട് അല്ലേ? ആ വെള്ളം മന്ത്രിച്ചിട്ടെല്ലാം കൊടുക്കാൻ തുടങ്ങിയ സാബിർത്ത. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, സാബിർത്ത ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ വിജയിക്കും എന്നുള്ളത്. അപ്പോൾ സാബിർത്ത വെള്ളമെല്ലാം മന്ത്രിച്ചിട്ട് കൊടുക്കാനേ തുടങ്ങിയ. ഇപ്പൊ ഇങ്ങനെ തന്നെ ബിസിനസ്സാണ് നമ്മളെ യൂട്യൂബിൽ നോക്കിയാൽ, ഇങ്ങനെ ബിസിനസ് അല്ല. അപ്പം പറയലുണ്ട് അതാണ് സിറാജ് ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഐ ലവ് യു സിറാജ് ഉസ്താദ്. പണ്ടെല്ലാം പിന്നെ വെള്ളം മന്ത്രിക്കണമെങ്കിൽ പല ഉസ്താദുമാരെടുത്തും പിന്നെ ഗർഭിണിയായ സമയത്തുള്ള ഒരു പിഞ്ഞാണയത്തുണ്ട് 7-ാം മാസം. അത് മദ്രസ് എന്നല്ലേ സാബിർത്ത നമ്മളെ പിഞ്ഞാണയത്തുള്ളത്? ഗർഭിണിയായ സമയത്തുണ്ടായി, ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടാ, അതുകൊണ്ട് അറിയില്ല കേട്ടാ. നിങ്ങൾ ഇങ്ങനത്തെ അറിവെല്ലാം ഞങ്ങൾക്ക് പകർന്നു താ. പിന്നെ നല്ലതാ, ഒരു മഷി കൊണ്ട് എഴുതി അതിനായിട്ട് ഒരു മഷിയാ. അതെല്ലാം പണ്ടൊക്കെ എൻ്റെ ഉമ്മ ചെയ്ത് തന്നിട്ട്. ഇപ്പൊ അതൊന്നുമില്ല, പിഞ്ഞാണയത്തൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതെല്ലാം മറ്റുള്ളവരടുത്ത് പോയിട്ട് ചെയ്യല ഞമ്മള്. പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഖുർആനെ ചികിത്സകൾ ഇന്നേതോദിക്കോ ഇന്നേതോദണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ഇതിന്റെ മുന്നേ ഒരു വീഡിയോസ് ഇട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ മൈലാറത്തൊന്നും പോണ്ടിയൊന്നുമില്ല. നിങ്ങൾ വിളിക്കുന്നുണ്ടാ? ആ റൂം അടച്ചിട്ട് കുത്തി ഞാൻ വെറുതെ വന്ന് വിളിക്കണം. പിന്നെ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളെ മറ്റടങ്ങാറാണ്. അങ്ങനെ പിന്നെ ഞാനൊരു വീഡിയോസ് ഇട്ടിരിക്കുന്നു. ഫാത്തിയ സൂറത്തല്ല ഇങ്ങനെ ഫാത്തിയ ഒരു ഇങ്ങനെ ആക്കണം നിങ്ങൾ മൊരാറത്തൊന്നിന് പോണ്ടിയൊന്നുമില്ല, നിങ്ങൾ എന്നെ മതിച്ചു കുടിച്ചോന്നെല്ലാം പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ടപ്പോ അത് നമ്മളെ വേറെ സിറാജ് മറ്റേ റസാബുള്ള ഉസ്താദിന് അത്ര പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അതെന്ത് ഉസ്താദ് നിങ്ങളായിട്ട് ഒരു ഒത്തുപോകാത്ത, നിങ്ങൾ ഏത് വീഡിയോ ഇട്ടെങ്കിലും അത് റസാബ് ഉസ്താദ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് സാബിർത്ത? ബാക്കി എല്ലാവരും നിങ്ങളെ നല്ല ഒരു സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ നിയാസ് ഉസ്താദ് തന്നെ നല്ല 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 കാര്യങ്ങൾ പറഞ്ഞിട്ട് സാബിർത്ത ഉമ്മാന്നാന്ന് വിളിക്കല് നമ്മളെ നിയാസ് ഉസ്താദ്. അല്ല നിയാസ് ഉസ്താദ് തന്നെയല്ല, അതെ നിയാസ് ഉസ്താദ്. പക്ഷെ റസാബ് ചികിത്സിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും പോകില്ലല്ലോ. പക്ഷെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വേറെ ഇപ്പൊ സംഭവം പിടികിട്ടി. സാബിർ താത്ത ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തെന്ന് വെച്ചാൽ വള്ളത്തിൽ പിന്നെ ഇന്ന ഫാത്തിയ ഊതിയിട്ട് നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് തന്നെ മന്ത്രിച്ചു. എന്നിട്ട് സാബിർ താത്ത കുറേ കാര്യങ്ങൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിനെ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ഉസ്താദന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുള്ള ചിന്താഗതി വന്നത്. അതല്ലേ ഇപ്പം സാബിർ താത്ത പറയുന്നുള്ളത് അല്ലേ? അപ്പം അതന്നെ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഇതേ പരിപാടി നടത്തിക്കോന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ മന്ത്രിച്ചിട്ട് ഊതുതാൻ പറയുന്നത്. പിന്നെ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇതും തുടങ്ങിയെങ്കിൽ ലൈവായിട്ട് ഞാൻ നോക്കും. എന്തായാലും ഞാൻ നോക്കാൻ വെച്ചു നിങ്ങളെ മജ്ലിസ് അറിഞ്ഞിട്ട് പരിപാടി നിങ്ങളത് തുടങ്ങിയത് ഇത് ചെല്ലാൻ വേണ്ടിയിട്ട്. എത്രയോ ആളെ കൊണ്ട് ചെല്ലിക്കും. നിങ്ങൾ അത്രയും കൂടിയല്ലേ സാബിർ താത്ത? തീരെ പോകണ്ട, അത് ചെയ്യണ്ട, അതൊന്നല്ല ഞാൻ പറഞ്ഞേ. ഇങ്ങനെ ചെറിയൊരു ഫാത്തിയ ഓതുവാനും ഇപ്പൊ നമ്മള് ഓദിച്ച് മന്ത്രിക്കാനും ഇപ്പൊ നമ്മളിങ്ങനെ പോകേണ്ടിയൊന്നുമില്ല. അത് നമ്മളെന്നെ ചെയ്യും. ഇപ്പൊ ഫാത്തിയ കൊണ്ടല്ലേ ഇങ്ങനെ നല്ലോണം മാറുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്തു, അതിനും നിങ്ങൾ അങ്ങനെ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞ. പക്ഷെ അതായത് അവിടെ ഉസ്താദിനെ പിടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഉസ്താദ് പോകണ്ടെന്ന് പറഞ്ഞപ്പം ഒരിക്കൽ പണി കുറഞ്ഞു പോകുന്നതിനോ എന്തോന്ന് ഞാൻ അറിയില്ല. അത് കുറെ സങ്കടമായിരിക്കും ഓർ തീർത്തത്. അത് അതിനോട് പോട്ടെ. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമ്മളാള് തന്നെയാണ്. പക്ഷെ നമ്മളെ സിറാജ് ഉസ്താദ് വെള്ളം മന്ത്രത്തിന്റെ കേട്ടപ്പോ എനിക്ക് 2 വാക്കുകളോട് പറയണം തോന്നി. ഉസ്താദിനോട് സ്നേഹം തന്നെയാണ് എനിക്കുള്ളൂ. എന്തൊക്കെ നമ്മൾ
പെട്ടെന്ന് രണ്ടുപേരും ഒന്നുണ്ട് ഉസ്താദ്മാർ പഠിപ്പിച്ചിട്ടല്ലേ. അതുകൊണ്ട് ഉസ്താദ്മാർ ഒരൊറ്റ കൂട്ടി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കട്ടെ. അത് ശരി, മറ്റുള്ളവർ കുറ്റം പറയാൻ പാടില്ല, എനിക്ക് കുറ്റം പറയാം ഉസ്താദന്മാരെ. എന്താണ് സാബിർ